ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മികവുകൾ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അതായത് കൈറ്റ് സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയാണ് ഹരിത വിദ്യാലയം 4.0. സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമായിട്ട് തിരഞ്ഞെടുത്തത് മധുരയാണ്, തമിഴ്നാട്. സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുത്തത് ഇൻഡോറാണ്, മധ്യപ്രദേശ്. കാവാലം സംസ്കൃതിയുടെ 4ാമത് അവനവൻ കടമ്പ പുരസ്കാരത്തിന് അർഹനായ പടയണി കലാകാരനാണ് പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ള. എത്രാമത്തെ കേരള പിറവി ദിനമാണ് 2025 നവംബർ 1 ആഘോഷിച്ചത്? 69ാമത്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1 2025 നവംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ. 2025 ഒക്ടോബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്? അമേരിക്ക. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൽ സാക്ഷരത നൽകുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ സാക്ഷരത. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും വ്യക്തികളെയും ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിനാണ് അൻപ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ചത് കൊച്ചി. കേരള സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് സർക്കാർ വിജ്ഞാപനം അനുവദിച്ച പുതിയ രജിസ്ട്രേഷൻ സീരീസാണ് KL 90. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഞ്ഞുമ്മൽ ബോയ്സ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടി, ഭ്രമയുഗം. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ഷംല ഹംസയാണ്, ഫെമിനിച്ചി ഫാത്തിമ. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച 2ാമത്തെ ചിത്രമായി തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമയാണ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് പ്രേമലു. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ചിദംബരം, മഞ്ഞുമ്മൽ ബോയ്സ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നവാഗത സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ഫാസിൽ മുഹമ്മദ്, ഫെമിനിച്ചി ഫാത്തിമ. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചയിതാവായിട്ട് തിരഞ്ഞെടുത്തത് വേടൻ, മഞ്ഞുമ്മൽ ബോയ്സ്. EP ജയരാജിന്റെ ആത്മകഥയാണ് ഇതാണെന്റെ ജീവിതം. 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹനായത് സുനിൽ അമൃത്. 2025 സാഹിത്യ നൊബേൽ പുരസ്കാരത്തിന് അർഹനായത് ലാസ്ലോ ക്രസ്നഹോർക്കെ. 2015 ക്രസ്നഹോർക്കയുടെ ഏത് നോവലിനാണ് മാൻ ബുക്കർ സമ്മാനം ലഭിച്ചത്? സ്റ്റാൻ ടാൻകോയ്ക്കാണ്. 2024 സാഹിത്യ നൊബേൽ ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയും ആദ്യ ഏഷ്യൻ വനിതയുമാണ് ഹാൻ കാങ്. രാജ്യത്താകെ കാർഷികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന 100 ജില്ലകളെ 6 വർഷം കൊണ്ട് മുൻനിരയിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന മിഷൻ ആത്മനിർഭർത ഇൻ പൾസ് എന്നീ പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചതെന്നാണ് 2025 ഒക്ടോബർ 11 പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, മിഷൻ ആത്മനിർഭർത ഇൻ പൾസ് എന്നീ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചതെന്നാണ് 2025 ഒക്ടോബർ 11 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. 6 സ്വർണം, 9 വെള്ളി, 7 വെങ്കലം ഉൾപ്പെടെ 22 മെഡലുകൾ ഇന്ത്യ നേടി. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ബ്രസീലാണ്. ആകെ 44 മെഡലുകളാണ്. 15 സ്വർണം, 20 വെള്ളി, 9 വെങ്കലം. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ന്യൂഡൽഹി ആയിരുന്നു. ഇന്ത്യ ആദ്യമായിട്ടാണ് ആതിഥേയത്വം വഹിക്കുന്നത്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം വിരാജ് എന്ന ആനയായിരുന്നു.
ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്കാണ്. 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS ആന്ത്രോത്ത്. 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് INS ആന്ത്രോത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.